വിവാഹം എന്ന് കേൾക്കുമ്പോഴേ മാതാപിതാക്കളുടെ മനസ്സിൽ വെള്ളടി വെട്ടുന്നത് സ്വർണത്തെ പറ്റി ഓർക്കുമ്പോഴാണ്. സ്വർണത്തിന് വില കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളുടെ മനസ്സിൽ മാറ്റി കയറിക്കൊണ്ടിരിക്കുന്നു. താലിമാല മുതൽ ചെറുക്കന്റെ ബന്ധുക്കളെ തൃപ്തിപ്പെടുത്താൻ വരെ ആഭരണങ്ങൾ അണിഞ്ഞൊരുങ്ങി കതിർ മണ്ഡപത്തിലേക്ക് എത്തേണ്ട അവസ്ഥ. പെൺമക്കളെ കെട്ടിച്ചുവിടാൻ സമ്പന്നർ സ്വർണം കൊണ്ട് മൂടുമ്പോൾ പാവപ്പെട്ടവർക്ക് ഒരു തരി പൊന്നൊരുക്കാൻ കിടപ്പടം വിറ്റാൽ പോലും സാധിക്കില്ല എന്നത്തെ ഒരവസ്ഥ. സ്വർണം വിട്ട് കതിർ മണ്ഡപത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ഒരു ബന്ധവുമില്ലാത്ത നാട്ടുകാർ പോലും കുറ്റം പറയുന്ന നാടാണ് നമ്മുടെ കേരളം. പക്ഷേ അങ്ങ് ഉത്തരാഖണ്ഡ് ഇത് രാജ്യത്തിന് തന്നെ മാതൃകയായിരിക്കുന്നു. ഈ രീതിക്ക് ഒരു അന്ത്യം കുറിക്കാൻ തീരുമാനിച്ചിറങ്ങിയ ഉത്തരാഖണ്ഡിലെ ജാൻസാർ മേഖലയിലെ 2 പഞ്ചായത്തുകൾ സ്ത്രീകൾക്ക് വിവാഹത്തിന് 3 ആഭരണങ്ങളിൽ കൂടുതൽ ധരിക്കാൻ പാടില്ല എന്ന നിയമം പാസാക്കിയിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന വരുമാന അസമത്വം ഇല്ലാതാക്കാനാണ് ഈ നിർണായകമായ തീരുമാനം. ഡെറാഡൂൺ ജില്ലയിലെ യമുന ടോൺസ് നദികൾക്കിടയിലുള്ള കാന്ധാർ ഇന്ദ്രാണി ഗ്രാമങ്ങളിലെ പഞ്ചായത്തുകൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണിത്. ഇതനുസരിച്ച് വിവാഹങ്ങൾക്ക് സ്ത്രീകൾക്ക് മൂക്കുത്തി, കമ്മലുകൾ, മംഗല്യസൂത്രം ഇതല്ലാതെ മറ്റൊരു സ്വർണ്ണാഭരണവും പാടില്ല. ഈ ഉത്തരവ് ലംഘിക്കുന്നവർക്ക് 50,000 രൂപ പിഴ ഈടാക്കാനാണ് പഞ്ചായത്തുകളുടെ തീരുമാനം. അപ്പോൾ ഒരു 50,000 രൂപ കൂടി അധികം കൈവശം വെച്ചാൽ എത്ര ആഭരണം വേണമെങ്കിലും ഇടാം എന്നുമുണ്ട് ഇതിനർത്ഥം. ഭൂരിഭാഗം പേരും ഇതിനെ അനുകൂലിച്ചപ്പോൾ ഒരു വിഭാഗം എതിർത്തു. പുരുഷന്മാരുടെ മദ്യപാനത്തിനും ആഡംബര സദ്യകൾക്കുമുള്ള ചിലവ് കുറയ്ക്കുകയാണ് വേണ്ടതെന്നും സ്വർണം ഒരു നിക്ഷേപമാണ്, അത് ആവശ്യമുള്ള സമയങ്ങളിൽ വീട്ടുകാർക്ക് ഒരു താങ്ങായി മാറുമെന്നുമാണ് ഇവരുടെ പരമ്പരാഗതമായ രീതിയിലുള്ള നിലപാട്. ശരിയാണ്, ഉത്തരാഖണ്ഡിലെ പല ഗ്രാമങ്ങളിലും വിവാഹങ്ങളിൽ വില കൂടിയ സമ്മാനങ്ങൾ, ബ്രാൻഡഡ് മദ്യം, വിഭവസമൃദ്ധമായ മാംസാഹാരം അടങ്ങിയ സദ്യ ഇതൊക്കെ ഒരു സ്റ്റാറ്റസ് സിംബലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ 2 പഞ്ചായത്തുകൾ തീരുമാനിച്ചത് സ്വർണത്തിന്റെ എണ്ണത്തിൽ അങ്ങ് കയറി പിടിക്കാമെന്ന്. എന്തായാലും ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ വിപണികളിൽ ഒന്നായ ഇന്ത്യയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് 2025 സ്വർണത്തിനുള്ള ആവശ്യം കുറഞ്ഞു. സ്വർണ്ണ വില കുത്തിനെ കൂടിയത് തന്നെയാണ് ഇതിന് കാരണം, മറ്റു കാരണമൊന്നുമില്ല.